അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം വേണ്ടവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കേൾക്കാവുന്നതാണ്. സന്തോഷത്താൽ അലയടിച്ച ആ കുഞ്ഞു മനസ്സ് പിതാവിൻ്റെ കവിളിൽ തുരുതുരാ ഉമ്മകൾ നൽകി. ഈ വിവരം സഹോദരങ്ങളെ അറിയിക്കാൻ അവരുടെ അരികത്തേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം പ്രഭാതമായി യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫിനെ കുളിപ്പിച്ച് സുഗന്ധതൈലങ്ങൾ പുരട്ടി താൻ സ്വന്തമായി തുന്നിയ ചിത്രാലങ്കൃതമായ ഉടുപ്പ് യൂസുഫിനെ അണിയിച്ചു. പിതാവും പുത്രനും ഒരുമിച്ചിരുന്ന് ആഹാരവും കഴിച്ചു. ഇത്രയും ആയപ്പോഴേക്കും പുത്രന്മാർ 10 പേരും അവിടെ ഹാജരായി. യൂസുഫിനോട് പലവിധ സ്നേഹപ്രകടനം നടത്തി. ഇതെല്ലാം കണ്ട് സംതൃപ്തനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, യൂസുഫിനെ വളരെ അധികം സൂക്ഷിച്ചു കൊണ്ടുപോകണം. കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ സഞ്ചരിച്ച് അവന് ശീലമില്ല. അവനെ നടത്തരുത്. കാട്ടിലെത്തിയാൽ അവനെ തനിച്ചാക്കി നിങ്ങൾ എങ്ങും പോകരുത്. കഴിയുന്നതും നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വരികയും വേണം. പിതാവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അവർ അതേപടി അംഗീകരിച്ചു. ഷമ്മേൽ ഓടിച്ചെന്ന് യൂസുഫിനെ പൊക്കിയെടുത്തു. പിതാവിനോട് യാത്രയും പറഞ്ഞു നടന്നു. പുത്രന്മാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ആ പിതാവ് നിർനിമേഷനായി നോക്കി നിന്നു. അവരുടെ രക്ഷക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവർ കാടിനോട് അടുക്കാറായി. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന റൂബീൽ തിരിഞ്ഞു നോക്കി, ഷമ്മേൽ, എന്തിനാണ് ഇനിയും ഇവനെ തോളിലേറ്റി നടക്കുന്നത്? ഇറക്കി താഴെ നിർത്തൂ, ഷമ്മേൽ പറഞ്ഞു. റൂബീൻ, അവൻ നമ്മുടെ രാജാവല്ലേ? രാജാവിനെ തോളിലേറ്റി നടക്കുന്നത് അടിമകളല്ലേ? ഇത് കേട്ട് മറ്റ് എല്ലാവരും പരിഹസിച്ച് ആർത്തു ചിരിച്ചു. കോപിഷ്ഠനായ റൂബീൽ ഓടിച്ചെന്ന് ഷമ്മേലിൻ്റെ ഉടുപ്പിന് വലിച്ചു പിടിച്ചു. ആ വലിയുടെ ആഘാതത്തിൽ യൂസുഫ് താഴെ വീണ് ഉരുണ്ടു. അപ്പോഴും അവർ ആർത്തു ചിരിച്ചു. പരിഭ്രാന്തനായ യൂസുഫ് അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി. ജ്യേഷ്ഠന്മാരെ, എന്തിനാണ് എന്നോട് ഈ വിധം പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ഞങ്ങളെല്ലാവരും അയോഗ്യരെന്ന് കാണിക്കുവാൻ വേണ്ടി പിതാവിനോട് കള്ളക്കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ പിതാവ് വിശ്വസിച്ചു. അദ്ദേഹം ഞങ്ങളെ വെറുക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചെയ്ത വഞ്ചകനായ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? അവർ യൂസുഫിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ മർദ്ദനങ്ങൾ ഏറ്റ് യൂസുഫിൻ്റെ ശരീരം വേദനയാൽ പിടഞ്ഞു. നിമിഷങ്ങൾ കഴിയും തോറും അവരുടെ കോപം ഇരട്ടിച്ചു. അല്പം അകലെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശനായി കിടക്കുന്ന യൂസുഫിൻ്റെ നേരെ പാഞ്ഞെടുത്തു. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ അവരെ തടഞ്ഞു. അരുത്, യൂസുഫിനെ കൊല്ലരുത്, അവനെ വധിക്കരുത്, അത് ഞാൻ അനുവദിക്കില്ല. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പിതാവിനറിയിക്കും. ഇത് കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടു. യഹൂദ, എന്തിനാണ് നീ പറയുന്നത്? ഇവൻ്റെ ശല്യം അവസാനിപ്പിക്കുവാൻ നമുക്ക് വീണ് കിട്ടിയ അവസരമാണിത്. അത് നഷ്ടപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത്? റൂബീൽ, ഇവൻ്റെ ശല്യം തീർക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. അതിനായി ഞാനൊരു നിർദ്ദേശം പറയാം. ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ അവനെ ഉപേക്ഷിക്കാം. ഏതെങ്കിലും വഴിയാത്രക്കാർ അവനെ കൊണ്ടുപോയിക്കൊള്ളും. യൂസുഫിനെ കൊണ്ടുള്ള നമ്മുടെ ശല്യവും തീരും. യഹൂദയുടെ ഈ തീരുമാനത്തിനോട് അവരിൽ ഭൂരിഭാഗം പേർക്കും എതിർപ്പുണ്ടായിരുന്നു. എന്നാലും അവർ സമ്മതിച്ചു. കാരണം ഈ തീരുമാനത്തിനോട് യോജിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം അവർ സമ്മതം മൂളി. അവശനായി കിടക്കുന്ന യൂസുഫിനെ അവർ വലിച്ചിഴച്ചു കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. ആ പിഞ്ചുബാലൻ്റെ ദീനരോധനങ്ങൾ ആ കഠിന ഹൃദയരിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവർ യൂസുഫ് അണിഞ്ഞ ഉടുപ്പ് അഴിച്ചെടുത്തു. കൈയും കാലും ബന്ധിച്ചൊരു കയറിൽ കെട്ടി അവർ യൂസുഫിനെ കിണറ്റിലേക്ക് ഇറക്കി. തൻ്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലായ ആ ബാലൻ നിഷ്കളങ്കതയോടെ യഹൂദയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എൻ്റെ അവസാന സലാം അറിയിക്കണം. ഇത് കേട്ട യഹൂദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറ്റബോധം അയാളുടെ മനസ്സിനെ തളർത്തി. പെട്ടെന്ന് റൂബീൽ യൂസുഫിനെ ബന്ധിച്ച കയർ മുറിച്ചു വിട്ടു. ഒരു വലിയ ശബ്ദത്തോടെ യൂസുഫ് ആ ഗർത്തത്തിൻ്റെ അടിയിൽ തട്ടിലേക്ക് ചെന്ന് പതിച്ചു. യൂസുഫ് ആ കിണറിൻ്റെ അടുത്തട്ടിലേക്ക് ആഴ്ന്നുപോയി. യൂസുഫ് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷമായി. യൂസുഫിനെ താങ്ങിയെടുത്തു. പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ആ വെള്ളക്കല്ലിന്മേൽ യൂസുഫിൻ്റെ പാർശ്വത്തിൽ തൂക്കിയിട്ടതുപോലെ ഒരു ഉടുപ്പും
മലക്ക് സ്വർഗത്തിൽ നിന്നും വന്നതാണെന്നും നമ്രൂദ് തീക്കുണ്ടത്തിൽ എറിഞ്ഞപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പുതപ്പിച്ച ഉടുപ്പാണെന്നും കിസ്സകളിൽ പറയുന്നുണ്ട്. മലക്കിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ആ ഉടുപ്പ് ആ കല്ലിൽ വിരിച്ച് യൂസുഫിനെ അതിനു മുകളിൽ ഇരുത്തി. എന്നിട്ട് കിണറ്റിലുണ്ടായിരുന്ന ജന്തുജാലകങ്ങൾക്ക് മലക്ക് താക്കീത് ചെയ്തു. ഇതാ, നിരപരാധിയായ ഒരു മനുഷ്യൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഒരു അതിഥിയാണ്. അദ്ദേഹത്തിന് നിങ്ങളിൽ നിന്ന് യാതൊരു ഉപദ്രവവും നേരിടാൻ പാടില്ല. ഇങ്ങനെ യൂസുഫ് നബി ഇസ്ലാമിനിക്ക് എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തി കിണറിനെ നോക്കത്ത ദൂരത്തോളം വിശാലമാക്കി കൊടുത്തു. സുന്ദരമായ ആ ഉദ്യാനവും നൽകിയിട്ട് ജിബ്രീൽ ഇസ്ലാം അവിടെ നിന്നും മടങ്ങിപ്പോയി. യൂസുഫിന് ഈ പരീക്ഷണം അള്ളാഹു കൊടുക്കാനുണ്ടായ 2 കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാം. ഒന്ന്, ഹൂദ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഷീസ് നബി അലി ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്നും യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി നബിയെ കാണാൻ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് നിത്യവും നബിയെ നേരിൽ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ജുബുൽ ഹസീനീൻ കിണറ്റിൽ പോയി താമസിക്കാൻ അള്ളാഹുവിൽ നിന്ന് കൽപ്പനയുണ്ടായി. അങ്ങനെ 1200 വർഷം ആ കിണറ്റിൽ താമസിച്ചു പോന്നു. യൂസുഫ് നബി ഇസ്ലാമിനെ കിണറ്റിലിറക്കപ്പെട്ടതിന് ശേഷം നബിയെ ദർശിച്ചു ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയെ ദർശിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും വർഷങ്ങൾ ഞാനിവിടെ കാത്തിരുന്നത്. അങ്ങക്ക് സംഭവിച്ച പരീക്ഷണത്തിൽ വിഷമിക്കരുത്. അങ്ങയുടെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിങ്കൽ വരമേൽപ്പിക്കുന്നു എന്നും പറഞ്ഞ് യഹൂദ എന്ന പണ്ഡിതൻ അവിടെ വെച്ച് മരണപ്പെട്ടു. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാം ഒരിക്കൽ കണ്ണാടിയിൽ നോക്കി. അപ്പോൾ അദ്ദേഹം സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു പോയി. ഞാനൊരടിമ ആയാൽ എൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം തന്നെതാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ അനുവാദം ശരിയല്ലെന്ന് കാണിക്കുവാനാണ് കിണറ്റിലിറക്കിയതും തുച്ഛം കാശിന് വിൽക്കുകയും ചെയ്തത് എന്നും പറയപ്പെടുന്നു. കിണറ്റിലിറക്കപ്പെട്ടെങ്കിലും യൂസുഫിന് ഒരു അപകടവും സംഭവിച്ചില്ല. യൂസുഫിനെ കിണറ്റിലെറിഞ്ഞതിനെ തുടർന്ന് ജ്യേഷ്ഠന്മാർ അവിടെ നിന്നും പോയി. യൂസുഫിൻ്റെ ശല്യമില്ലാതാക്കിയതിൻ്റെ സന്തോഷത്തിൽ അവരെല്ലാവരും ഉത്സാഹത്തിലാഴ്ന്നി. യൂസുഫിനെ ചെന്നായി പിടിച്ചെന്ന് പിതാവിനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാമായിരുന്നു അവരുടെ തീരുമാനം. മുമ്പത്തെ തീരുമാനത്തിന് തെളിവായി അവർ ഒരു ആടിനെ അറുത്ത് ആ രക്തം യൂസുഫിൻ്റെ ഉടുപ്പിൽ പുരട്ടി അതുമായി വീട്ടിലേക്ക് യാത്രയായി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ 3-ാം ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി